വിഷുപ്പുലരിയിൽ സംഗീതത്തെക്കാൾ ആസ്വദിക്കാനും നമുക്ക് കേട്ടിരിക്കാനും നല്ലൊരു വിരുന്ന് വേറെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ന് പ്രൈം വിഷൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ഒരു വിഷു കൈനീട്ടമായി നമ്മുടെ ഇരിട്ടിയിലെ പാട്ടുകാരുടെ ഒരു വിഷ്വൽ ട്രീറ്റാണ്. ആ പാട്ടുകൾ കേട്ട് ആസ്വദിച്ച് പ്രൈം വിഷനോടൊപ്പം ഈ വിഷു നമുക്ക് കൊണ്ടാടാം. പ്രൈം വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ നേരുന്നു. ഇന്ന് നമ്മോടൊപ്പമുള്ള ഓരോ പാട്ടുകാരെയും പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓരോരുത്തരായിട്ട് പേര് പറഞ്ഞു തുടങ്ങാം അല്ലേ? അക്ഷര, ശ്രീചന്ദ്ര, അവന്തിക. ഓരോരുത്തരും എവിടെയാണ്, എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് എന്തായാലും അറിയാൻ താല്പര്യം ഉണ്ടാവും. ഇത്രയും സുന്ദരി കുട്ടികളായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ എന്തായാലും അറിയേണ്ടി വരുമല്ലോ. അപ്പോൾ ഒന്ന് പറഞ്ഞു. ഞാൻ ഡിഗ്രി ലാസ്റ്റ് ഇയർ ആയിരുന്നു, ഇപ്പോൾ കഴിഞ്ഞു. പിന്നെ ഇവിടെ ഇരിട്ടി തന്നെയാണ് വീട്. എൻ്റെ വീട് കേരളത്തിലാണ്. ഞാൻ തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ PhD ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ ഇരിട്ടിയിലാണ്. ഞാൻ തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. എല്ലാവരും വിദ്യാർത്ഥിനികളാണ്. അപ്പോൾ ഇവർ ഈ ഒരു പാട്ടിലേക്ക് എങ്ങനെ എത്തി, അവരുടെ പാട്ട് വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് എന്തായാലും പ്രേക്ഷകർക്ക് കൂടുതലായിട്ട് അറിയാൻ താല്പര്യം ഉണ്ടാവുക. ഒരുപാട് വേദികളിൽ നിങ്ങളെ കണ്ട് പരിചയിച്ച ഒരുപാട് ആൾക്കാരായിരിക്കും നിങ്ങളുടെ ഈ പരിപാടി കാണാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ, പാട്ടിലേക്ക് എങ്ങനെ എത്തി, ഇപ്പം എന്തൊക്കെയാണ് പാട്ട് വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതൊന്ന് പറഞ്ഞു. അപ്പോൾ ആ വിശേഷങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു പോവാം. വെറുതെ ഒന്ന് ജസ്റ്റ് കുറച്ച് പറഞ്ഞു പോവാം. ഒന്ന് പറഞ്ഞു. ഞാനും അക്ഷരയും നേരത്തെ സോഷ്യൽ മീഡിയയിൽ പാട്ടുകൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ മൂന്നാളും ഈ അടുത്താണ് പരിചയപ്പെടുന്നത്. സോൾ ഓഫ് ബീറ്റ്സ് എന്ന് പറയുന്നൊരു ട്രൂപ്പിലൂടെയാണ് നമ്മൾ മൂന്നാളും. അതിൽ ചെറിയ ചെറിയ പരിപാടികളെല്ലാം ചെയ്ത് പോകുന്നുണ്ട്. അതൊക്കെയാണ് പാട്ടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു വിഷുപ്പാട്ട് പാടിയിട്ട് തുടങ്ങാം അല്ലേ? മൂന്നാളും കൂടെ പാടുന്നത് എങ്ങനെയാ? അപ്പോൾ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് അടുത്ത ഭാഗങ്ങളിലേക്ക് പോവാം അല്ലേ? തുടങ്ങിക്കോ. കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി ചിലുചിലേന്നും ചിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണും നേരം കമലനേത്രന്റെ നിറമേറും മഞ്ഞൾ തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ. കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ. കണ്ണനെ ഇത്രമാത്രം വർണ്ണിച്ച് നമുക്ക് അധികം അങ്ങനെ കേൾക്കാൻ പറ്റില്ല. അത്രമേൽ മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് കൂടിയാണ് ഇപ്പോൾ നിങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടിക്കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോരുത്തരായിട്ട് നമുക്കൊന്ന് പാടി നോക്കാം അല്ലേ? അത് വിഷുവിനെ പറ്റി ആവണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് പാടാൻ പറ്റും തോന്നുന്ന നമ്മുടെ പ്രേക്ഷകർക്കും അതുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പാട്ട് പാടിയിട്ട് തുടങ്ങാം. അപ്പോൾ ആരാണ് പാടുന്നത്? അപ്പോൾ ശ്രീചന്ദ്രേശി പാടിയിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ ഒരു പാട്ട് പാടിക്കും. ഏതാ പാട്ട് പാടുന്നത്? ഇതൊരു കണ്ണനും യശോദയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു പാട്ടാണ്. മാടുമേക്കും എന്നാണ് പാട്ടിൻ്റെ പേര്. അപ്പോൾ തുടങ്ങാം അല്ലേ? മാടുമേക്കും കണ്ണേ നീ പോക വേണ്ട സുന്നേ, മാടുമേക്കും കണ്ണേ നീ പോക വേണ്ട സുന്നേ. കാച്ചിന പാലത്തരേ കൽക്കണ്ട ചീനിതരേ, കാച്ചിന പാലത്തരേ കൽക്കണ്ട ചീനിതരേ, കൈ നിറയെ വെണ്ണൈ തരേ വെയിലിലെ പോക വേണ്ട, കൈ നിറയെ വെണ്ണൈ തരേ വെയിലിലെ പോക വേണ്ട. മാടുമേക്കും കണ്ണേ നീ പോക വേണ്ട സുന്നേ, മാടുമേക്കും കണ്ണേ നീ പോക വേണ്ട സുന്നേ. ചേച്ചിയുടെ ആ ഒരു വോയിസിൽ ആ പാട്ട് കേട്ടപ്പോൾ എന്തോ ഒരു സന്തോഷം തോന്നുന്നുണ്ടല്ലേ? അതുപോലെ തന്നെ ആയിരിക്കും എല്ലാവർക്കും. അപ്പോൾ അടുത്തതായിട്ട് ആരാ പാടുന്നത്? അക്ഷര പാടും. കണ്ണാനിയാട് പൂമയിൽ പീലിതൻ ചേലാട്
അമ്പാടി കണ്ണാനിയാട് പൂമയിൽ പീലിതൻ ചേലാട് ഒരു വെള്ളിത്താലം നിറയെ പൂവും എന്നുണ്ണിക്കണ്ണനല്ലേ നിറയാഴിയോളം കുന്നിക്കൂറുമണി ഇൻപിന്ന കണ്ണനല്ലേ ഇന്നലെ കണ്ണിൻ്റെ പാലോട്ട് കാണുമ്പോൾ കണ്ണിനു തേനോട്ട് ഇന്നലെ കണ്ണിൻ്റെ പാലോട്ട് കാണുമ്പോൾ കണ്ണിനു തേനോട്ട് അമ്പാടി കണ്ണാനിയാട് പൂമയിൽ പീലിതൻ ചേലാട്. ആ അമ്പാടി കണ്ണൻ തന്നെ നേരിട്ട് വരുന്നത് പോലെ തോന്നുന്നുണ്ടല്ലേ. അസലായിട്ട് പാടി, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ അടുത്തത് അവന്തികയാണ്. അപ്പൊ അവന്തിക ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഈ അടുത്ത സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ ആകർഷിച്ച ഒരു നാടൻപാട്ട് ഇനത്തിലുള്ള ഒരു പാട്ട്. നാടൻ പാട്ടാണോ കൂടുതൽ പാടാറ്? അതെ അതെ അല്ലേ. അപ്പോൾ അവന്തികയുടെ നാടൻ പാട്ട് നമുക്കൊന്ന് കേട്ടിട്ട് വരാം അല്ലേ. നിന്നിക്കണ്ണ നിന്നെ കാണാ കാർമുകിലിൻ ശീലഴക് പീലിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറഴക് നറു പുഞ്ചിരിയോ നൂറഴക് നറു പുഞ്ചിരിയോ നൂറഴക് ഉണ്ണിക്കണ്ണ നിന്നെ കാണാ കാർമുകിലിൻ നീഴഴക് പീലിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറഴക് നറു പുഞ്ചിരിയോ നൂറഴക് നന്ദനന്ദന ഗോവിന്ദ നന്ദഗോപാല നാരായണ ഗോവിന്ദ നന്ദകിശോര ഉണ്ണിക്കണ്ണ നിന്നെ കാണാ കാർമുകിലിൻ ചീലഴക് പീലിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറഴക് നറു പുഞ്ചിരിയോ നൂറഴക് നറു പുഞ്ചിരിയോ നൂറഴക്. കണ്ണന്റെ അഴക് കുറച്ചുകൂടി കൂടിപ്പോയ പോലെ ഉണ്ടല്ലേ. അത്രമേൽ ഭംഗിയായിട്ടാണ് പാടിയത്. നമുക്കതിനെ കുറിച്ച് കൂടുതലൊന്നും പറയാൻ തോന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ അവന്തിക അത് പ്രസന്റ് ചെയ്യുന്നത് അല്ലേ. അവന്തികയുടെ മുഖത്തുണ്ട് ആ ഒരു സന്തോഷം, അത് മനസ്സിലെടുത്ത് പാടുന്നതിന്റെ സന്തോഷമൊക്കെ ഉണ്ടല്ലേ. ഇനി എങ്ങനെയാ നിങ്ങൾ മൂന്നാളും പാടുന്നു, അത് ഓരോരുത്തരായിട്ട് പാടുന്നു? മൂന്നാളും കൂടെ പാട്ട് പാടും. അപ്പോൾ മൂന്നാളുടെയും കൂടെയുള്ള എങ്ങനെയാ? ഇതും വിഷുവിനെ പറ്റിയിട്ടാണോ കണ്ണനെ പറ്റിയിട്ടാണോ? കണ്ണിനെ പറ്റിയിട്ട് തന്നെ പാടാം അല്ലേ. ഓക്കെ. കണ്ണനല്ലേ മണ്ണിൽ നിത്യനാഥനല്ലേ കണ്ണു നീരെ ജനിച്ചോലേ കണ്ണിൻ ചിട്ടം കവർന്നോലേ മോഹനമായി വേണുപോതും മോഹനതൻ പുരുവന്നി മോഹനമായി വേണുപോതും മോഹനതൻ പുരുവന്നി പൂന്താന കവിതകളിൽ പൂമണമായി പൂത്തവനെ രാമൻ സോദരനെ മമ മായ മാധവനെ രാമൻ സോദരനെ മമ മായ മാധവനെ വാൽമീക വർണ്ണന്റെ മാറി മാലകൾ കോപികമാർ പൂമാലകൾ താവിൽമാർ. ഈ പാട്ടുകാരുടെ ഒരുപാട് പാട്ടുകൾ ആസ്വദിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ പ്രൈം വിഷന്റെ ടീമും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് നല്ലൊരു പാട്ട് പാടി നമുക്ക് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും വിശ്വാസങ്ങൾ നേർന്നുകൊണ്ട് ഒരു പാട്ട് കൂടി നമുക്ക് കേൾക്കാം. താത്തിനം തകതീരാരാ തകദിനം തകതീരാരാ താത്തിനം തക തകദിനം തക തകദിനം തകതീരാരാ ആ ഏ ഓ ആ താരക പെണ്ണാളേ കരിലാടും മിഴിയാളേ തമ്പുരാനെത്തിടും മുമ്പേ കരിഞ്ഞാടും കോര പറിച്ചാട്ടെ താരക പെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പുരാനെത്തിടും മുമ്പേ കരിഞ്ഞാടും കോര പറിച്ചാട്ടെ തക തക